നമ്മുടെ ഈ ലോകത്തിൽ നശിച്ചുപോകുന്ന ഈ കാലഘട്ടത്തിൽ അനേക തലമുറകൾ, അനേക വ്യക്തികൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഓടിപ്പോകുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. സുവിശേഷം 4-ാം അധ്യായമാണ് ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്. രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ശമരിയാസ്ത്രീയുടെയും ആ ദേശത്തിലെ ദേശവാസികളുടെ രക്ഷയും, രണ്ടാമതായിട്ട് കഫർനഹൂമിലെ രാജഭൃത്യൻ്റെ മകൻ്റെ വിടുതലുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ ആ വിഷയമൊന്നും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ശമരിയാസ്ത്രീയുടെ വിടുതലിനെ കുറിച്ച്. യേശു ആ സ്ത്രീയെ തേടിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ യേശു അവളുടെ ദേശത്തേക്ക്, ശമരിയ ദേശത്തേക്ക് കടന്നു ചെല്ലുകയും അവളെ വ്യക്തിപരമായി അവളോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആ സ്ത്രീ യേശുവിനെ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് 11-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. യജമാനൻ എന്നാണ് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. രണ്ടാമതും 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കിടക്കുന്നു യജമാനൻ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ ജീവിതശൈലികളെയും ജീവിത സാഹചര്യങ്ങളെയും മനസ്സിലാക്കി യേശുവിനോട് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് അവളെ മനസ്സിലാക്കി എന്ന് കണ്ടപ്പോൾ യേശുവിനെ അവൾ പ്രവാചകനെന്ന് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് ശമരിയാസ്ത്രീ ചെയ്യുന്നത്, അവൾ യഥാർത്ഥമായി യേശുവിനെ മനസ്സിലാക്കിയ ശേഷം യേശു തന്നെ മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞപ്പോൾ അവളോട് നിൽക്കുകയല്ല, അവൾ ഓടിപ്പോയി ആ ദേശത്തിൽ തൻ്റെ മറ്റുള്ള അയൽവാസികളോട്, ആ ദേശവാസികളോടൊക്കെ ചെന്ന് പറയുന്നു, ഞാനൊരു ആളെ കണ്ടു, ക്രിസ്തു ആയിരിക്കും എന്ന് പറയുവാൻ ഇടവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് 29-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരെല്ലാം ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവളോട് പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറയുന്നു. ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. യേശുവിനെ അവരും യഥാർത്ഥമായി നേരിൽ കണ്ടപ്പോൾ യേശുവിനെ മനസ്സിലാക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇത് മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ സ്ത്രീ താനൊരു സുവിശേഷകയായി തീരുകയാണ്. താനൊരു കഥാവിൻ്റെ, രക്ഷിതാവിൻ്റെ വക്താവായി തീരുന്നതായിട്ട് കാണുവാൻ കഴിയും. നമ്മുടെ ഈ ലോകത്തിൽ നശിച്ചുപോകുന്ന ഈ കാലഘട്ടത്തിൽ അനേക തലമുറകൾ, അനേക വ്യക്തികൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഓടിപ്പോകുമ്പോൾ നമ്മളും ഈ ശമരിയാസ്ത്രീയെ പോലെ കഥാവിൻ്റെ വക്താക്കളായി തീരുവാൻ, കഥാവിൻ്റെ പത്രങ്ങളായി തീരുവാൻ, അനേകരോട് സുവിശേഷം പറയുവാൻ ഈ ശമരിയാസ്ത്രീ യേശുവിനെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് യേശുവിനെ പകർന്നതുപോലെ, മറ്റുള്ളവരിലേക്ക് ആ സ്നേഹത്തെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളറിഞ്ഞ സത്യത്തെ, നമ്മളറിഞ്ഞ രക്ഷിതാവിനെ, നമ്മളറിഞ്ഞ യേശുവിൻ്റെ സ്നേഹത്തെ, നമ്മളറിഞ്ഞ വിടുതലിൻ്റെ സ്നേഹത്തെ, നമ്മളറിഞ്ഞ രക്ഷയുടെ ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.